എൻ്റെ വിഷയം നേരത്തെ പറഞ്ഞതുപോലെ പഠിച്ചത് ശാസ്ത്രമാണെങ്കിലും വന്നുപെട്ടത് ചരിത്രത്തിലാണ്. അങ്ങനെയാണ് ചരിത്ര രചനയൊക്കെ നടത്തേണ്ടി വന്ന ചില സമ്മർദ്ദങ്ങൾക്ക് വിധേയമായിട്ടാണ്. ഇവിടെ ഈ പറഞ്ഞ പോലെ മനുഷ്യൻ്റെ ഉൽപ്പത്തി കാലം മുതൽ നമ്മളെ അടക്കി ഭരിച്ച ചില അടിസ്ഥാന വികാരങ്ങളുണ്ട്. ഈ ഓപ്പോസിറ്റ് സെക്സിനോടുള്ള നമ്മുടെ ആകർഷണം, നമുക്ക് കലഹിക്കാനുള്ള ത്വര, കൂട്ടുകൂടാനുള്ള ഇഷ്ടം, അതുപോലെയാണ് ആഘോഷിക്കുവാനുള്ള അടങ്ങാത്ത ആഗ്രഹം. ഈ ഒരു ബലഹീനതയിൽ നിന്നാണ് മതം ഈ ആഘോഷത്തിനെ, മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ആഘോഷിക്കാനുള്ള അവൻ്റെ ത്വരയെ ദത്തെടുക്കുകയും അവരുടെ മതവുമായി കൂട്ടിച്ചേർത്ത് ആഘോഷങ്ങൾ വളരെ ആർഭാടമായി കൊണ്ടാടുകയോ അല്ലെങ്കിൽ കൊണ്ടാടാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നൊരവസ്ഥ സംജാതമായിട്ടുണ്ട്. നമുക്കറിയാം, അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ കൊണ്ടാടപ്പെട്ടത് രാമായണവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളാണ്. നമുക്കാകെ അറിയാവുന്നത് രാമനവമിയെക്കുറിച്ച് മാത്രമാണ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ അറിയുന്നത് ഹനുമാൻ ജയന്തി, അങ്ങനൊരാഘോഷം വന്നിരിക്കുന്നു. കർക്കിടകത്തിൽ രാമായണം വായിക്കുന്നതിനൊരു വ്യാഖ്യാനം വന്നിരിക്കുന്നു. അതായത് കർക്കിടക മാസത്തിലെ പുണർദം നക്ഷത്രമാണ് ശ്രീരാമൻ്റെ നക്ഷത്രമെന്നും അതുകൊണ്ട് ആണ് രാമായണം വായിക്കുന്നത് എന്നുമൊക്കെയുള്ള പുത്തൻ വ്യാഖ്യാനങ്ങൾ വന്നിരിക്കുന്നു. പലപ്പോഴും ഇന്നലെ ഭരിച്ചവരും ഇന്ന് ഭരിക്കുന്നവരും ഒരുപക്ഷേ നാളെ ഭരിക്കാൻ തയ്യാറെടുക്കുന്നവരുമായ രാഷ്ട്രീയക്കാരുടെ പിന്തുണ കൂടി അതിനുണ്ട് എന്ന് പറയുമ്പോഴാണ് സ്വതന്ത്രമായി ചിന്തിക്കുന്ന നമ്മളെയൊക്കെ മനസ്സ് വേദനിപ്പിക്കുന്ന ഒരു ഉദാഹരണമാണ്. നമ്മുടെ ചടയമംഗലത്ത് ഒരു പാറയുണ്ട്. ആ പാറയുടെ പേര് ജടായുപ്പാറ. അപ്പോൾ ചടയമംഗലം എന്ന പേര് പോലും ജടായുവിൽ നിന്ന് വന്നതാണെന്നും സീതയെ തട്ടിക്കൊണ്ട് പോകവേ ജടായു ചെന്ന് ചെറുത്തു എന്നും രാവണൻ വെട്ടി വീഴ്ത്തി എന്നും അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിപ്രതിമ അവിടെയാണെന്നും അതിന് ടിക്കറ്റ് വെച്ച് കാണിക്കുകയും ചെയ്യുന്നു. വലിയാർഭാടമായി കൊണ്ടാടുകയാണ് അത്തരം ഒരു അന്ധവിശ്വാസം. അപ്പോൾ ഇത് അന്ധവിശ്വാസമെന്ന് നമ്മൾ പറയുകയും നമ്മളോടൊപ്പം മറ്റു പലരും പറയുകയും ചെയ്തിരുന്നു. നമ്മളോടൊപ്പം പറഞ്ഞിരുന്ന മറ്റാളുകൾ രാമായണത്തിന് പകരം ഉയർത്തിക്കൊണ്ടുവന്ന മറ്റൊരു കാവ്യമാണ് മഹാഭാരതം. ഇന്ന് മഹാഭാരതത്തിനെക്കുറിച്ച് ഒരുപാട് വ്യാഖ്യാനങ്ങൾ ഇടതുപക്ഷക്കാരും അല്ലാത്ത പക്ഷക്കാരും നിഷ്പക്ഷമതികളെന്ന് ഭാവിക്കുന്നവരുമായ ആളുകൾ മഹാഭാരതം കൊണ്ടാടുന്നൊരവസ്ഥയുണ്ട്. നിങ്ങളത് ശ്രദ്ധിച്ചാൽ അറിയാം. പലയിടത്തും ടി വിയിലൊക്കെ നമുക്ക് കാണാൻ പറ്റും, പ്രഭാഷണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. തുറവൂർ വിശ്വംഭരൻ എന്ന പ്രൊഫസറാണ് ആദ്യമായി ഇത് ആരംഭിക്കുന്നത്. ഇത് ഏറ്റുപിടിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ പുരോഗമനവാദികളെന്ന് നമ്മൾ വിശ്വസിക്കുകയും നമ്മളെ വിശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ മഹാഭാരതത്തിനെക്കുറിച്ച്, അതിൻ്റെ ആത്മീയ വശത്തിനെക്കുറിച്ച്, അതിൻ്റെ സാഹിത്യവശത്തിനെക്കുറിച്ച്, അതിൻ്റെ കഥാരൂപത്തിനെക്കുറിച്ച്, അതിൻ്റെ താത്വിക വശങ്ങളെക്കുറിച്ചൊക്കെ ആർഭാടപൂർവ്വം പ്രസംഗിച്ചു നടക്കും നമ്മൾ കാണും. അതിനെപ്പറ്റി പറയുന്നൊരു ന്യായം അതിനകത്ത് ഭഗവത്ഗീത ഉണ്ട് എന്നുള്ളത്. പക്ഷേ ഈ മഹാഭാരതത്തിന് നമ്മൾ ഇത് ആദ്യകാലങ്ങളിൽ ഇത് എഴുതിയത് അച്ചടിയൊക്കെ വന്നിട്ട് നമുക്കറിയാം. ആകപ്പാടെ 300 കൊല്ലത്തിന് ശേഷമാണ് അച്ചടി ഇന്ത്യയിൽ പോലും വന്നത്. അതിനു മുമ്പ് ഇതൊക്കെ എഴുതപ്പെട്ടത് എവിടെയാണ്? വടക്കേ ഇന്ത്യയിൽ ഭൂർജപത്രങ്ങളിലാണ്. തെക്കേ ഇന്ത്യയിൽ പനയോലയിലും ചെമ്പ് കാവ്യങ്ങളൊന്നും സാധാരണ ചെമ്പ് പട്ടയങ്ങളിൽ എഴുതാറുള്ള കാര്യം അധ്വാനം കൂടുതലായതുകൊണ്ട് ഓലയിലാണ് എഴുതിച്ചത്. ഇത് ഈ 2500 കൊല്ലത്തിന് ശേഷം അന്ന് ഓലയിൽ എഴുതിയിട്ട കാവ്യങ്ങൾ അതേപടി നമ്മൾ നമ്മുടെ കയ്യിൽ ലഭിച്ചു അല്ലെങ്കിൽ അച്ചടിക്കുന്നതിന് കിട്ടിയെന്ന് നമ്മൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കാൻ കഴിയില്ല. കാര്യം നമുക്ക് ഓരോ 60 വർഷം കഴിയുമ്പോഴും കൊട്ടാരത്തിലെ ഗ്രന്ഥപ്പുരകളിൽ എഴുതിയിരിക്കുന്ന കാവ്യങ്ങൾ മുഴുവൻ പകർത്തി എഴുതേണ്ടതുണ്ട്. അങ്ങനെ ഒരു ആചാരം നിലനിന്നിരുന്നു ഭാരതത്തിൽ. അങ്ങനെ ഓരോ 60 കൊല്ലം കഴിയുമ്പോൾ ഈ ഗ്രന്ഥങ്ങൾ പുതുക്കി 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 രാജാവിൻ്റെ ചൊല്ലും ചെലവും പറ്റിക്കൊണ്ട് കീഴ്വായി കേൾപ്പാൻ, ഇവരെ അങ്ങനെയാണ് പറയുക എഴുത്തുകാരെ. മലയാളത്തിൽ പറയുന്നത്, പഴയ കേരളത്തിൽ പറയുന്നത് കീഴ്വായി കേൾപ്പാൻ, അതായത് പറയുന്നത് കീഴിൽ നിന്ന് കേട്ടുകൊണ്ട് എഴുതുക എന്ന് പറയുന്ന ഒരു സമ്പ്രദായം.
അതൊക്കെ പറഞ്ഞാൽ ആ വിഷയത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല. കാര്യം അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വലിയ വിവാദമായൊരു സംഭവമാണ്. കാര്യം അവർണ്ണൻ അക്ഷരം പഠിക്കാൻ അവകാശം ഉണ്ടായിരുന്നു എന്നുള്ളൊരു വിഷയത്തിനെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ വിഷയത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അപ്പോൾ ഈ കീഴ്വായ് കേൾപ്പാന്മാർ എഴുതിയിട്ടത് ഓരോ 60 കൊല്ലവും ഓരോ ബ്രഹ്മവർഷവും കഴിയുമ്പോൾ, ബ്രഹ്മവർഷം 60 വർഷമാണ്, 60 വർഷം കഴിഞ്ഞ് അത് വീണ്ടും ഒന്നേന്ന് ആരംഭിക്കും. പരശുരാമ വർഷം 100 കൊല്ലം കഴിഞ്ഞ് വീണ്ടും ആരംഭിക്കുമെങ്കിൽ ബ്രഹ്മവർഷം ആരംഭിക്കുന്ന 60 കൊല്ലം കഴിഞ്ഞ് വീണ്ടും. അതാണ് നമ്മൾ ഈ ഷഷ്ഠബ്ദ പൂർത്തിയൊക്കെ ആഘോഷിക്കുന്നതിൻ്റെ പിന്നിലുള്ള ചരിത്രം. അതാണ്. അങ്ങനെ ഓരോ 60 വർഷം കഴിയുമ്പോൾ ഈ ഗ്രന്ഥങ്ങൾ പുതുക്കി എഴുതണം. രാജാവിൻ്റെ ചെല്ലും ചെലവും പറ്റിക്കൊണ്ട് കീഴ്വായ് കേൾപ്പാന്മാർ എഴുതി കൂട്ടിയത് മുഴുവൻ ആ കാലഘട്ടത്തിൽ ചെല്ലും ചെലവും നടത്തിയ രാജാക്കന്മാരുടെ അപദാനങ്ങൾ വർണ്ണിച്ചുകൊണ്ടാണ്. അതിൻ്റെ തെളിവാണ് മഹാഭാരതത്തിൻ്റെ അവസാനം. ഇതുപോലുള്ള എല്ലാ കാവ്യങ്ങളുടെയും അവസാനം ഫലശ്രുതി എന്നൊരു വിഭാഗമുണ്ട്. ഫലശ്രുതി. അങ്ങനെ മഹാഭാരതത്തിൻ്റെ അവസാനം ഫലശ്രുതി. ജയോ നാമ ഇതിഹാസോ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. ജയോ നാമ ഇതിഹാസോ, ജയമെന്ന് പേരുള്ള ഇതിഹാസം വായിച്ചാൽ ഐശ്വര്യമുണ്ടാകുമെന്നാണ് അതിനകത്ത് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. ജയം എന്ന വാക്ക് കടവയാദി സിദ്ധാന്ത പ്രകാരം 18 എന്നാണ് അതിൻ്റെ അർത്ഥം. 18, ജയം എന്ന് പറഞ്ഞാൽ 18 എന്നാണ്. ആ കടവയാദിയൊക്കെ പറഞ്ഞാൽ പിന്നെ ഒരുപാട് സമയം എടുക്കുമെന്ന് ഞാനത് വിടുക. 24,000 ശ്ലോകങ്ങളാണെന്നുണ്ടായിരുന്നു. ഇന്ന് 1,20,000-ന് മുകളിൽ ശ്ലോകങ്ങളുള്ള മഹാഭാരതത്തിന് ആദ്യകാലത്തുണ്ടായിരുന്നത് 24,000 ശ്ലോകങ്ങളാണ്. അന്ന് അതിൻ്റെ പേര് ജയം എന്നായിരുന്നു എന്ന പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഭാരതം 80,000 ശ്ലോകങ്ങളായി മാറി. അത് കഴിഞ്ഞ് ഭാരത സംഹിത എന്ന പേരിൽ 1,00,000 ഗ്രന്ഥമത്രേ. 1,00,000 ശ്ലോകങ്ങളോടുകൂടി 8 അക്ഷരങ്ങളുള്ള 8 വാക്കുകളുള്ള 2 വരി പദ്യമാണ് നമ്മൾ സാധാരണഗതിയിൽ ഗ്രന്ഥം എന്ന് പറയുക. 1,00,000 ഗ്രന്ഥമത്രേ, 1,00,000 ശ്ലോകങ്ങൾ. അപ്പോൾ ഭാരത സംഹിത മഹാഭാരതമായത് 1,20,000 ശ്ലോകങ്ങൾ രൂപപ്പെട്ടതിന് ശേഷം എന്ന് പറഞ്ഞാൽ 24,000 ശ്ലോകത്തിൽ നിന്ന് 1,00,000-ൽ 20,000 ശ്ലോകങ്ങളായി മാറിയത് പല പല രാജാക്കന്മാരുടെ കാലഘട്ടങ്ങളിലൂടെ കടന്നു വന്നപ്പോൾ ഓരോരുത്തരും അവരവർക്ക് ചെല്ലും ചെലവും നടത്തിയ രാജാക്കന്മാരുടെ അവദാനങ്ങൾ വർണ്ണിച്ചുകൊണ്ട് എഴുതിക്കൂട്ടിയ ഒരു ഗ്രന്ഥമാണ്. ഇതിനെയാണ് നമ്മൾ ഭക്തിപൂർവ്വം ആചരിക്കുന്നതിന്, ആഘോഷത്തോടു കൂടി കൊണ്ടാടുകയും ചെയ്യുന്നതിന് വേണ്ടി പുരോഗമനവാദികൾ വരെ മുമ്പോട്ട് വരുമ്പോൾ നമ്മൾ അതിശയിച്ചു പോകും. ഇതിനെക്കുറിച്ച് ഗവേഷണം നടത്തിയാൽ പലരും പറയുന്നു ഭഗവത്ഗീത പിൽക്കാലത്ത് എഴുതി ചേർത്താണ്, നമ്മുടെ യുക്തിച്ച് ശരിക്കുന്നതല്ല. അതിനെക്കുറിച്ച് നാരായണ ഗുരു എന്നോട് ചോദിച്ചു. നാരായണ ഗുരു സംസ്കൃതം നന്നായി അറിയാവുന്ന ആളാണ്, തമിഴ് നന്നായി അറിയാവുന്ന ആളാണ്, പച്ച മലയാളത്തിൽ വരെ കൃതികൾ കാവ്യം എഴുതിയ കവിത എഴുതിയ ആളാണ്. അദ്ദേഹത്തിനോട് ചോദിച്ചു, അങ്ങ് ഭഗവത്ഗീത എന്തുകൊണ്ടാണ് വിവർത്തനം ചെയ്യാത്തത്? അദ്ദേഹം പറഞ്ഞ മറുപടിയുണ്ട്, ഭഗവത്ഗീത ഉപദേശിച്ച കൃഷ്ണൻ പിന്നീട് ദുഃഖിച്ചിരിക്കാം. കൂട്ടക്കൊലയ്ക്ക് ആഹ്വാനം ചെയ്യുന്ന ആ കാവ്യം പറഞ്ഞതിൻ്റെ പേരിൽ, അത് പറയുന്നതിൻ്റെ പേരിൽ അദ്ദേഹം ദുഃഖിച്ചിരിക്കാം എന്നാണ്. അപ്പോൾ വീണ്ടും അദ്ദേഹം ചോദിച്ചു, ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗീയത എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞതിന് മറുപടി, ഗുണവും കർമ്മവും കാലമനുസരിച്ച് മാറുന്നതല്ലേ, അതിന് സ്ഥായിയായ രൂപമില്ലല്ലോ എന്നാണ്. അപ്പം ഇത്തരത്തിൽ വർണ്ണവ്യവസ്ഥയെ അരക്കിട്ടുറപ്പിക്കുന്ന ഭഗവത്ഗീതയ്ക്ക് പുത്തൻ പുത്തൻ വ്യാഖ്യാനങ്ങൾ കൊടുത്തുകൊണ്ട് ഇതിനെ ഉദ്ഘോഷിച്ചു കൊണ്ട് നടക്കുന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ ഇവിടുത്തെ പുരോഗമന പ്രസ്ഥാനങ്ങളിൽ ചിലത്, എല്ലാവരും ഞാൻ പറയുന്നില്ല, വരുമ്പോൾ ഇതിനെയൊക്കെ പഠിക്കുകയും പഠനത്തിലൂടെ പ്രതിരോധിക്കുകയും ചെയ്യേണ്ട ഒരു ബാധ്യത കൂടി നമുക്കുണ്ട് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഭഗവത്ഗീതയെ ധർമ്മോപദേശ കാവ്യം എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ മാറ്റിവെച്ചിരിക്കുന്നത്. ധർമ്മോപദേശ കാര്യങ്ങൾ നിരവധിയുണ്ട്. അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. ഞാൻ ഒരെണ്ണം മാത്രം സൂചിപ്പിക്കാം. പഴയ മലയാളി എന്ന് പറയുന്നത്, പഴയ നമ്മുടെ തിരുവിതാംകൂറിൻ്റെ അതിര് എന്ന് പറയുന്നത് നമ്മുടെ കന്യാകുമാരി വരെ ഉണ്ടായിരുന്നല്ലോ. അവിടെ ജനിച്ച ഒരു കവി തിരുവള്ളുവർ. ഇപ്പോൾ ചോദിക്കും, തിരുവള്ളുവർ തമിഴനല്ലേ, അണ്ണാച്ചിയുടെ കാര്യം ഇവിടെ പറയേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചിലർക്ക് മനസ്സിൽ തോന്നാം. പക്ഷേ അദ്ദേഹം ഈ നാഞ്ചുരാട്ടുകാരനാണ് എന്ന് തെളിയിക്കുന്ന രേഖകൾ പുറത്തു വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് തമിഴ് തന്നെ ഗവേഷണം നടത്തി പഠനവും നടത്തി പുറത്തു വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അപ്പോൾ അതിനകത്ത് ഈ ധർമ്മോപദേശ കാവ്യങ്ങളിൽ അധ്വാനിക്കുന്നവനെ കുറിച്ച് പറയുന്ന ഏക ധർമ്മോപദേശ കാര്യം തിരുക്കുറളാണ്.
1330 ശ്ലോകങ്ങളാണ് അതിനകത്തുള്ളത്. 1301 മുതൽ 1340 വരെയുള്ള ശ്ലോകങ്ങൾ കർഷകനെ കുറിച്ച് പറയുന്നുണ്ട്. ഉഴുതുണ്ട് വാഴ്വാരേ വാഴ്വാർ, മറ്റും അവർ തൊഴുതുണ്ട് പിൻചൊൽപ്പവർ എന്നാണ്. ഒരുപക്ഷെ രാജകുടുംബത്തിന് വരെ ഭീഷണി ഉയർത്തത്തക്കവണ്ണമാണ് ആ 10 കാവ്യങ്ങളും അദ്ദേഹം എഴുതിയിരിക്കുന്നത്. കാര്യം രാജാവ് പോലും കർഷകനെ തൊഴുതുണ്ണണം എന്നാണ്. ഉഴുതുണ്ണുന്ന കർഷകനെ തൊഴുതുണ്ണുന്നവനാണ് ചക്രവർത്തി പോലുമെന്ന് അടിവരയിട്ട് അതിനകത്ത് ഈ 10 കാവ്യങ്ങളിലായി പറയുന്നുണ്ട്. ഇതെന്തുകൊണ്ടാണ് മലയാളി വായിക്കാത്തത്? ഇതെന്തുകൊണ്ടാണ് മലയാളി പഠിക്കാത്തത്? മലയാളിക്ക് എന്തുകൊണ്ടാണ് ഈ ഭഗവത്ഗീതയോട് നമ്മൾ കാണിക്കുന്ന അപ്രമാദിത്വം ഉണ്ടല്ലോ, അതിനെ കൽപ്പിച്ചു കൊടുക്കുന്ന അപ്രമാദിത്വം എന്തുകൊണ്ടാണ് അധ്വാനിക്കുന്നവനെ കുറിച്ച് പറയുന്ന 10 ഉള്ള 10 കവിതയെങ്കിലും ഉള്ള ഈ തിരുക്കുറളിന് നമ്മൾ കൽപ്പിച്ചു കൊടുക്കാത്തത്? കാര്യം നമ്മളിപ്പോഴും അറിഞ്ഞോ അറിയാതെയോ പൂണൂലിട്ട ബ്രാഹ്മണ്യത്തിൻ്റെ അടിമകളായി നമ്മുടെ മനസ്സ് മാറി എന്നുള്ളത് കൊണ്ടാണ്. സംസ്കൃത ഭാഷയ്ക്ക് എന്തോ ഒരു നമ്മുടെ ദൈവങ്ങൾക്കെല്ലാം സംസ്കൃതമേ മനസ്സിലാവുള്ളൂ. ആ കാര്യത്തിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തമിഴ്നാട് മുഖ്യമന്ത്രിയെ ഈ പറഞ്ഞ പോലെ മനസ്സാഭിനന്ദിക്കുകയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ തമിഴ് മനസ്സിലാകുന്ന ദൈവങ്ങൾ മതി എന്ന് പറയാനുള്ള ഒരു ആർജവം വേറെ ഒരു മുഖ്യമന്ത്രിയും നമുക്ക് കാണിച്ചിട്ടില്ല. അപ്പം ഈ സംസ്കൃതത്തിൽ എഴുതുന്നതെല്ലാം ദൈവഭാഷയാണ് എന്നും അതിലെഴുതുന്നതെല്ലാം അപ്രമാദിത്വമുള്ള സാധനങ്ങളാണ് എന്നും അറിഞ്ഞോ അറിയാതെയോ ഉള്ള മലയാളിയുടെ പൊതുബോധമാണ് ഈ പറഞ്ഞ പോലെ ഭഗവത്ഗീതയ്ക്ക് തിരുക്കുറളിനേക്കാൾ ഒരു അപ്രമാദിത്വം നമ്മൾ കൽപ്പിച്ചു കൊടുക്കുന്നത്. ഇതിനെക്കുറിച്ച് മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. നമ്മുടെ നാരായണ ഗുരു ഭഗവത്ഗീത വിവർത്തനം ചെയ്തിട്ടില്ല എന്ന് നമുക്കറിയാം. ശരിക്കും എഴുത്തച്ഛനെ നമ്മൾ പഠിക്കുമ്പോൾ ആധുനിക മലയാള ഭാഷയുടെ പിതാവെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ തന്നെ എഴുത്തച്ഛൻ്റെ ഓരോ കാലഘട്ടവും അദ്ദേഹത്തിൽ ആരോപിച്ചിരിക്കുന്ന കൃതികളെല്ലാം അദ്ദേഹം എഴുതിയതാണ് എങ്കിൽ അദ്ദേഹത്തിന് പലപ്പോഴും പല മാനസികാവസ്ഥയായിരുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം അദ്ദേഹം ആദ്യം ഈ ഉമാമഹേശ്വർ സംവാദത്തിലാണ് നമ്മുടെ അധ്യാത്മരാമായണമൊക്കെ അദ്ദേഹം എഴുതിപ്പോയത് എങ്കിൽ മഹാഭാരതം എഴുതുമ്പോൾ അദ്ദേഹം ബോധപൂർവമോ അല്ലാതെയോ വിട്ടുകളഞ്ഞത് ഭഗവത്ഗീതയാണ്. ഭഗവത്ഗീത അതിനകത്തില്ല. എഴുത്തച്ഛൻ്റെ ഭാരതത്തിൽ അദ്ദേഹം വിവർത്തനം ചെയ്ത ഭാരതത്തിൽ ഭഗവത്ഗീതയില്ല. നാരായണ ഗുരു ഭഗവത്ഗീത വിവർത്തനം ചെയ്തിട്ടുമില്ല. ഈശോവാസ്യം വിവർത്തനം ചെയ്ത നാരായണ ഗുരു ഇത് ചെയ്തിട്ടില്ല. അപ്പം ഇതൊക്കെ നമ്മളെ കാണിക്കുന്നത് അവർക്ക് തന്നെ ബോധ്യമുണ്ടായിരുന്നു ഇത് ചാതുർവർണ്ണ്യ വ്യവസ്ഥയെ അരക്കെട്ടുറപ്പിക്കുന്ന ഒരു സാധനമാണ് എന്ന് അവർക്ക് തന്നെ ബോധ്യമുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും നമ്മുടെ ആളുകളൊക്കെ അതിൻ്റെ പിറകെ പോകുന്ന ഒരവസ്ഥയിലേക്കാണ് ഇന്ന് ഉള്ളത്. ഞാനിപ്പോൾ ഒരു വിഷയം എന്നുള്ള നിലയ്ക്ക് എനിക്കറിയാവുന്നൊരു വിഷയം എന്നുള്ള നിലയ്ക്ക് ഞാനിത് അവതരിപ്പിച്ചതാണ്. ഈ സന്ദർഭത്തിനും സാഹചര്യത്തിനും ഒക്കെ അത് ചേരുന്നതാണോ എന്നെനിക്കറിയില്ല. എങ്കിലും ഇത്തരം ചിന്തകൾ നമ്മൾ പഠിച്ചുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇതിപ്പോൾ നമുക്കൊക്കെ ഏറ്റവും വലിയൊരു അന്ധവിശ്വാസമുണ്ട്. അത് നമ്മൾ തന്നെ ചില വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഭക്തികാവ്യങ്ങളൊന്നും നമ്മൾ വായിക്കാൻ പാടില്ല. വായിക്കണം, അതിനെ വിമർശിക്കണമെങ്കിൽ അതിലെ തെറ്റ് ചൂണ്ടിക്കാണിക്കണമെങ്കിൽ സമഗ്രമായി തന്നെ അത് കമ്പോട് കമ്പ് വായിച്ചിരിക്കണം. വരികൾക്കിടയിലൂടെയും നമ്മളത് പഠിച്ചിരിക്കണം. അത് പഠിക്കാതെ അതിനെ വിമർശിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇത് എന്താണ്, ഈ ജലാശയത്തിൻ്റെ മുകളിലത്തെ ഓളം പോലെ ആഴത്തെ ആളുകളെ സ്പർശിക്കുകയില്ല. കൃത്യമായി തെളിവ് സഹിതം രേഖാസ്പദമായി തന്നെ വിമർശിക്കാൻ കഴിയണമെങ്കിൽ അത് വളരെ നന്നായി കമ്പോട് കമ്പ് വായിച്ച് വരികൾക്കിടയിലൂടെ അത് പഠിച്ചു തന്നെ തീരണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അത്തരം ചില ബോധ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളെ മുമ്പ് പങ്കുവച്ചത്. കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി.